കാനഡയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയ മലയാളി പ്രവാസികൾക്കും ഉന്നത വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ജീവിതവും സ്വപ്നം കണ്ട് വിദേശത്തേക്ക് കടക്കാൻ ഒരുങ്ങുന്ന നാട്ടിലെ ആയിരക്കണക്കിന് പ്രവാസി കുടുംബങ്ങൾക്കും കണ്ണു തുറപ്പിക്കുന്ന അത്യന്തം ഗൗരവമേറിയ ഒരു വാർത്തയാണ് കാനഡയിൽ നിന്നും പുറത്തു വരുന്നത്. കാനഡയിലെ 7 വർഷത്തെ കഠിനാധ്വാനവും ഒടുവിൽ ഏറെ ആഗ്രഹിച്ചു നേടിയ പെർമനന്റ് റെസിഡൻസി അഥവാ PR പദവിയും പൂർണ്ണമായി ഉപേക്ഷിച്ച് മാതൃരാജ്യമായ ഇന്ത്യയിലേക്ക് തിരിച്ച് മടങ്ങിയെത്താൻ തീരുമാനിച്ച ഒരു ഇന്ത്യൻ കുടിയേറ്റക്കാരന്റെ അനുഭവം ഇന്ന് ആഗോള പ്രവാസി സമൂഹത്തിനിടയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ പെർമനന്റ് റെസിഡൻസി ലഭിച്ചാൽ ജീവിതം സുരക്ഷിതമായി എന്ന ധാരണകളെ പൂർണ്ണമായും തിരുത്തി കുറിക്കുന്നതാണ് കാനഡ ഉപേക്ഷിച്ച് മടങ്ങുന്ന ഈ പ്രവാസിയുടെ തുറന്നു പറച്ചിൽ. കാനഡയിൽ താൻ ചെലവഴിച്ച 7 വർഷത്തെ ജീവിതം തന്റെ ആയുസ്സിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്ന് തുറന്നു സമ്മതിച്ചുകൊണ്ടാണ് ഇദ്ദേഹം തന്റെ മാതൃരാജ്യത്തെക്കുറിച്ചുള്ള മടക്കയാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വിദേശ രാജ്യത്തേക്ക് കടക്കുമ്പോൾ ഭൂരിഭാഗം മലയാളികളും സ്വപ്നം കാണുന്നത് അവിടുത്തെ ഇമിഗ്രേഷൻ സിസ്റ്റം വഴി പെർമനന്റ് റെസിഡൻസി നേടുക എന്നുള്ളതാണ്. കാനഡയിലെ എക്സ്പ്രസ് എൻട്രി, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അഥവാ PNP എന്നിവയിലൂടെ PR ലഭിക്കുന്നതോടെ സാമ്പത്തിക സുരക്ഷിതത്വവും ജീവിത നിലവാരവും അനായാസം കൈവരിക്കാൻ കഴിയുമെന്നായിരുന്നു പൊതുവെയുള്ള വിചാരം. എന്നാൽ കാനഡയിലെ ഇന്നത്തെ യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തവും ആശങ്കാജനകവുമാണ്. 7 വർഷം മുമ്പ് വലിയ പ്രതീക്ഷകളോടെ കാനഡയിലെത്തിയ ഈ പ്രവാസി അവിടുത്തെ എല്ലാ ഇമിഗ്രേഷൻ നിയമങ്ങളും പാലിച്ച് കഠിനാധ്വാനം ചെയ്ത് നിയമപരമായ വഴികളിലൂടെ തന്നെയാണ് പെർമനന്റ് റെസിഡൻസി കരസ്ഥമാക്കിയത്. എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും തന്റെ ജീവിത നിലവാരത്തിലോ സാമ്പത്തിക ഭദ്രതയിലോ യാതൊരുവിധ പുരോഗതിയും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് ഇദ്ദേഹം പറയുന്നു. കാനഡയിലെ കഠിനാധ്വാനം കൊണ്ട് തനിക്ക് ലഭിച്ചത് സാമ്പത്തിക ബാധ്യതകളും മാനസിക സംഘർഷങ്ങളും മാത്രമാണെന്ന് ഇദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നു. കാനഡയിലെ അനിയന്ത്രിതമായ ചെലവുകൾ അഥവാ കടുത്ത കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ് കുടിയേറ്റക്കാരെയും PR ഉടമകളെയും ഒരുപോലെ തളർത്തുന്ന പ്രധാന ഘടകം. കാനഡയിലെ പ്രധാന നഗരങ്ങളായ ടൊറന്റോ, വ്യാൻകൂർ, മോൺട്രിയൽ എന്നിവിടങ്ങളിൽ ഹൗസിംഗ് വാടക നിരക്കുകൾ ചരിത്രത്തിലില്ലാത്ത വിധം ഉയർന്ന നിലയിലാണ്. ഒരു സാധാരണ കുടുംബത്തിന് താമസിക്കാൻ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ തന്നെ മാസം തോറുമുള്ള വരുമാനത്തിന്റെ പകുതിയിലധികവും വാടക ഇനത്തിൽ നൽകേണ്ടി വരുന്നു. ഇതിനു പുറമെ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഗ്രോസറി വിലകൾ, ഉയർന്ന നികുതി നിരക്കുകൾ, കാർ ഇൻഷുറൻസ് ചെലവുകൾ, വിന്റർ ഹീറ്റിംഗ് ചാർജുകൾ എന്നിവ കാരണം മാസാവസാനം സാമ്പത്തികമായി കയ്യിൽ ഒന്നും അവശേഷിക്കാത്ത അവസ്ഥയിലാണ് പ്രവാസികൾ. എത്ര കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്താലും ലഭിക്കുന്ന ശമ്പളം മുഴുവൻ പ്രതിമാസ ബില്ലുകൾ അടച്ചു തീർക്കാൻ വേണ്ടി മാത്രം വിനിയോഗിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ പ്രധാന സങ്കീർണത കാനഡയിലെ തൊഴിൽ വിപണിയിലെ വിവേചനവും ഘടനാപരമായ വീഴ്ചകളുമാണ്. ഇന്ത്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ഉയർന്ന ഉദ്യോഗസ്ഥ പരിചയവും മാസ്റ്റേഴ്സ് ബിരുദങ്ങളും സ്വന്തമാക്കി എത്തുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് പോലും കാനഡയിൽ അർഹമായ ജോലി ലഭിക്കുന്നില്ല. തദ്ദേശീയമായ കനേഡിയൻ എക്സ്പീരിയൻസ് ഇല്ലെന്ന കാരണം പറഞ്ഞ് വൻകിട കമ്പനികൾ വിദേശ പ്രൊഫഷണലുകളെ മാറ്റി നിർത്തുന്നു. ഇത് കാരണം IT, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള കുടിയേറ്റക്കാർക്ക് പോലും കുറഞ്ഞ വേതനമുള്ള താൽക്കാലിക ജോലികളോ അല്ലെങ്കിൽ സർവീസ് സ്ട്രക്ചർ ജോലികളോ ചെയ്യാൻ നിർബന്ധിതരാകേണ്ടി വരുന്നുണ്ട്. ഇത്രയും വർഷത്തെ പഠനത്തിനും അധ്വാനത്തിനും ശേഷം യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ലഭിക്കാത്തത് പ്രവാസികളിൽ വലിയ നിരാശയും മാനസിക തകർച്ചയുമാണ് ഉണ്ടാക്കുന്നത്. ഇതിനു പുറമെ കാനഡ സൗജന്യമായി നൽകുന്നു എന്ന് അവകാശപ്പെടുന്ന പൊതുജനാരോഗ്യ സംവിധാനം അഥവാ ഫ്രീ ഹെൽത്ത് കെയർ സിസ്റ്റം ഇന്ന് വലിയ തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ്. പ്രാഥമിക പരിശോധനകൾക്കായി ഒരു ഫാമിലി ഡോക്ടറെ കണ്ടെത്തണമെങ്കിൽ പോലും പുതിയ കുടിയേറ്റക്കാർ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു. പെട്ടെന്നുണ്ടാകുന്ന രോഗബാധകൾക്കോ അടിയന്തര മെഡിക്കൽ ആവശ്യങ്ങൾക്കോ ആശുപത്രിയിലെ എമർജൻസി റൂമുകളിൽ എത്തുന്ന രോഗികൾ 10-12 മണിക്കൂർ കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത്. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനത്തിനോ സർജറികൾക്കോ മാസങ്ങളോളം നീളുന്ന വെയിറ്റിംഗ് ലിസ്റ്റുകളാണ് നിലവിലുള്ളത്. ഇതിനു പുറമെ വർഷത്തിൽ 6 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന കഠിനമായ തണുപ്പും നീണ്ട മഞ്ഞുകാലവും പ്രവാസികളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇതേ കാലയളവിൽ ഓസ്ട്രേലിയക്ക് കുടിയേറിയ തന്റെ സുഹൃത്തിന് അവിടുത്തെ കനത്ത ചൂടും നല്ല കാലാവസ്ഥയും മികച്ച തൊഴിലവസരങ്ങളും കാരണം സന്തോഷകരമായ ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിച്ചുവെന്നും എന്നാൽ കാനഡ തെരഞ്ഞെടുത്തത് തന്റെ ജീവിതത്തിലെ വൻ പിഴവായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ അനുഭവം പങ്കുവച്ചതോടെ വലിയ രീതിയിലുള്ള സംവാദങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. ഒട്ടനവധി ആളുകൾ കാനഡയിലെ കടുത്ത നികുതി വ്യവസ്ഥകളെയും വീട്ടുവാടകയെയും തൊഴിലില്ലായ്മയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയപ്പോൾ മറുവശത്ത് ചില കനേഡിയൻ മലയാളി IT ജീവനക്കാർ അനുകൂല നിലപാടുകളും പങ്കുവെക്കുന്നുണ്ട്.
കാനഡയിലെ സ്ഥിരതാമസത്തിനുള്ള സാമ്പത്തിക രംഗവും ദീർഘകാല നിക്ഷേപങ്ങളുടെ ഉയർന്ന ആസ്തി ഉണ്ടാക്കിയ അനുഭവങ്ങളും ചൂണ്ടിക്കാണിച്ച് അവർ വാദിക്കുന്നു. കാനഡ എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമായ ഒരു രാജ്യമല്ല എന്നും ഓരോ വ്യക്തിയുടെയും തൊഴിൽ മേഖല, സാമ്പത്തിക പശ്ചാത്തലം, വ്യക്തിപരമായ മുൻഗണനകൾ എന്നിവയെ ആശ്രയിച്ചാണ് വിദേശ ജീവിതത്തിന്റെ വിജയമിരിക്കുന്നത് എന്നും ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. നിലവിലെ കനേഡിയൻ ഭരണകൂടം ഇമിഗ്രേഷൻ നയങ്ങളിൽ വരുത്തിയ പെട്ടെന്നുള്ള മാറ്റങ്ങളും ഭവന പ്രതിസന്ധിയും കാനഡയെ കൂടുതൽ ഇമിഗ്രേഷൻ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. കാനഡയിൽ നിലവിൽ ലക്ഷക്കണക്കിന് താൽക്കാലിക വർക്ക് പെർമിറ്റുകളുടെ കാലാവധി അവസാനിക്കുകയാണ്. IRCC അഥവാ കനേഡിയൻ ഇമിഗ്രേഷൻ മന്ത്രാലയം പെർമനന്റ് റെസിഡന്റ് കോട്ടകളിൽ വലിയ വെട്ടിച്ചുരുക്കലുകളും വരുത്തിയിട്ടുണ്ട്. ഇത് കാനഡയിലുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെയും താൽക്കാലിക ജീവനക്കാരുടെയും ഭാവി അനിശ്ചിതത്തിലാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കാനഡയിലേക്ക് കുടിയേറാൻ തയ്യാറെടുക്കുന്ന പ്രവാസി മലയാളികളും മക്കളെ പഠനത്തിനായി കാനഡയിലേക്ക് അയക്കാൻ വായ്പകൾ എടുക്കുന്ന നാട്ടിലെ മാതാപിതാക്കളും അത്യന്തം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ചില ഏജന്റുമാരും കൺസൾട്ടൻസികളും പ്രചരിപ്പിക്കുന്ന ആകർഷകമായ പരസ്യങ്ങൾ മാത്രം വിശ്വസിച്ച് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ തിരഞ്ഞെടുത്ത കോഴ്സുകൾക്കും പ്രൊഫഷണലുകൾക്കും അവിടെ യഥാർത്ഥത്തിൽ ജോലി സാധ്യതകളുണ്ടോ എന്ന് മുൻകൂട്ടി പഠിക്കുക. അവിടുത്തെ ഹൗസിംഗ് വാടകകൾ, നികുതി നിരക്കുകൾ, യഥാർത്ഥ ജീവിത ചെലവുകൾ എന്നിവ കണക്കുകൂട്ടി വ്യക്തമായി സാമ്പത്തിക ആസൂത്രണത്തോടെ മാത്രം മുന്നോട്ടു പോകുക. കനേഡിയൻ PR ഉണ്ടായിരുന്നിട്ടും മാതൃരാജ്യത്തിലേക്ക് തിരികെ മടങ്ങാൻ തീരുമാനിച്ച ഈ ഇന്ത്യൻ കുടിയേറ്റക്കാരന്റെ ജീവിതം വിദേശ കുടിയേറ്റം ആഗ്രഹിക്കുന്ന ഓരോ മലയാളി കുടുംബത്തിനും വലിയൊരു പാഠമാണ് നൽകുന്നത്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.